മല്ലു KBFCയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് ലെസ്കോവിക്കിന്റെ പകരക്കാരന്റെ സൈനിങ് അങ്ങനെ ഒഫീഷ്യലാക്കിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ജോഷോ സെറ്റീരിയുടെ പരിക്ക് കാരണം തന്നെ അദ്ദേഹം സീസൺ ഔട്ടാകുമെന്ന രീതിയിൽ ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നുണ്ട്. മാത്രമല്ല കേരള ബ്ലാസ്റ്റേഴ്സ് ദിമിത്രോസിന്റെ പകരക്കാരനായി കൊണ്ടുവരുന്ന താരവുമായി ബന്ധപ്പെട്ട് അപ്ഡേഷനുകളൊക്കെ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ തുടങ്ങി ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഏതായാലും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട അപ്ഡേഷനിലേക്ക് കടക്കുകയാണെങ്കിൽ ഇന്നലെ തന്നെ നമ്മൾ അലക്സാണ്ടറിന്റെ സൈനിങ് ബ്ലാസ്റ്റേഴ്സ് ഉടൻ തന്നെ ഒഫീഷ്യലാക്കുമെന്നും അദ്ദേഹത്തിന്റെ മെഡിക്കൽ പൂർത്തിയായിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതായാലും അതങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യലാക്കിയിരിക്കുകയാണ്. 2025 വരെയുള്ള ഒരു കരാറാണ് ഈ ഒരു ഫ്രഞ്ച് താരത്തിന് ബ്ലാസ്റ്റേഴ്സ് നൽകിയിട്ടുള്ളത്. ഏതായാലും ബ്ലാസ്റ്റേഴ്സിന്റെ ഈ ഒരു സൈനിങ്ങിനെ പറ്റി കരോളിസ് പറയുന്നത് ഇപ്രകാരമാണ്: അലക്സാണ്ടറിന്റെ എക്സ്പീരിയൻസും അതോടൊപ്പം തന്നെ ടീമിനെ നയിക്കാനുള്ള ഇദ്ദേഹത്തിന്റെ ക്വാളിറ്റിയും ബ്ലാസ്റ്റേഴ്സിന് ഗുണകരമാകും. മാത്രമല്ല ഇദ്ദേഹത്തെ പോലെയുള്ള ഒരു പ്ലെയറിനെയാണ് ബ്ലാസ്റ്റേഴ്സിന് ഡിഫൻസിൽ അനിവാര്യമെന്ന രീതിയിലാണ് കരോളിസ് അലക്സാണ്ടറിന്റെ സൈനിങ് പൂർത്തിയാക്കിയതിനെ കുറിച്ച് വെളിപ്പെടുത്തുന്നത്. ഏതായാലും കരോളിസിന്റെ വാക്കിനെ കുറിച്ചുള്ള നിങ്ങളുടെ ഒപ്പീനിയനൊക്കെ തീർച്ചയായും കമന്റായി അറിയിക്കുക. അതോടൊപ്പം തന്നെ ബ്ലാസ്റ്റേഴ്സ് ഇദ്ദേഹത്തിന്റെ സൈനിങ് ഒഫീഷ്യലാക്കിയത് കൊണ്ട് തന്നെ ഉടൻ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ ക്യാമ്പിനോടൊപ്പം അലക്സാണ്ടർ ജോയിൻ ചെയ്യുമെന്ന രീതിയിലാണ് KBFC എക്സ്ട്രാ എന്നോട് എക്സ് അക്കൗണ്ട് റിപ്പോർട്ടുകളായി പങ്കുവെക്കുന്നത്. ചുരുക്കം പറഞ്ഞാൽ ഡോറിന്റെ കപ്പിന് മുന്നോടിയായിക്കൊണ്ട് അലക്സാണ്ടർ ബ്ലാസ്റ്റേഴ്സിന്റെ ക്യാമ്പിനോടൊപ്പം ഉണ്ടാകുമെന്ന് ചുരുക്കം. ഏതായാലും നമുക്ക് കാത്തിരിക്കാം. ഏതായാലും ഇനി ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം നിരാശ നൽകുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. മറ്റൊന്നുമല്ല, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കഴിഞ്ഞ സീസണിൽ തന്നെ പരിക്കിന്റെ പിടിയിലായിക്കൊണ്ട് ഒറ്റ മത്സരം പോലും കളിക്കാൻ സാധിക്കാതെ പോയ ജോഷോ സെറ്റീരിയോക്ക് വീണ്ടും പരിക്ക് പറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്ന് രാവിലെ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതായാലും ജോഷോ ഇനി വരാനിരിക്കുന്ന സീസണിലും ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിക്കാൻ സാധിക്കില്ല എന്നും അദ്ദേഹത്തിന്റെ പരിക്ക് ഗുരുതരമാണെന്ന രീതിയിലാണ് ഇപ്പോൾ IFTWCയുടെ മീഡിയ മാനേജറായ റിജിനൊക്കെ റിപ്പോർട്ടുകളായി പങ്കുവെക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ 2 വർഷത്തെ കരാറിൽ ബ്ലാസ്റ്റേഴ്സിൽ സൈൻ ചെയ്ത ജോഷോക്ക് 2 വർഷവും പരിക്കിന്റെ പിടിയിലായിക്കൊണ്ട് കളിക്കാൻ സാധിക്കില്ല എന്ന് ചുരുക്കം. ഏതായാലും ജോഷോ എന്ന ഈ ഒരു ഓസ്ട്രേലിയൻ പ്ലെയറിന്റെ കരിയറിനെ ഇത് വളരെ വലിയ രീതിയിൽ തന്നെ ബാധിക്കുമെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. ഏതായാലും നിങ്ങളുടെ ഒപ്പീനിയനൊക്കെ തീർച്ചയായും കമന്റായി അറിയിക്കുക. അദ്ദേഹത്തിന് വളരെ പെട്ടെന്ന് തിരിച്ചു വരാൻ സാധിക്കട്ടെ നമുക്ക് ആശംസിക്കുകയും ചെയ്യാം. അതോടൊപ്പം തന്നെ ഇനി ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് വളരെയധികം സന്തോഷം നൽകുന്ന അപ്ഡേഷനിലേക്ക് കടക്കുകയാണെങ്കിൽ ദിമിത്രോസിന്റെ പകരക്കാരനായിക്കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു യൂറോപ്യൻ സ്ട്രൈക്കറുമായിട്ടാണ് ഇപ്പോൾ ചർച്ചകൾ നടത്തിവരുന്ന രീതിയിലാണ് IFT ന്യൂസ് മീഡിയ ഇപ്പോൾ റിപ്പോർട്ടുകളായി പങ്കുവച്ചിട്ടുള്ളത്. ഏതായാലും വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇതൊക്കെയാണ് ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് പുതുതായി പുറത്തേക്ക് വന്നിട്ടുള്ള ന്യൂസുകൾ. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.